മനുഷ്യജാലിക 2026 ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയനായ അൻവർ ദാരിമി, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സമാദരണീയനായ അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ സുഹൈൽ ഹൈത്തമി പള്ളിക്കര, പ്രാർത്ഥനയോടുകൂടി ഈ സമ്മേളനം ആരംഭിച്ച ബഹുമാന്യനായ ഇമ്പിച്ചിക്കോയ തങ്ങൾ, സ്വാഗത പ്രഭാഷകൻ ആദരണീയനായ സുലൈമാൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ഗുരുക്കന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശിഷ്ടാതിഥികളെ, ഇന്നിവിടെ പ്രത്യേകമായി സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്ന ആദരണീയനായ ശ്രീ സനൽകുമാർ, ശാന്തിഗിരി ആശ്രമം, റാഷിദ് ഗസാലി, ഏറ്റവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, വളരെയേറെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങളും അപ്രകാരം തന്നെ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ആയതിൻ്റെ വാർഷികം നാം ആഘോഷിക്കുമ്പോൾ ഇവിടെ പ്രതിജ്ഞയിലും അതുപോലെ ആദ്യം നാം ശ്രവിച്ച ആ ഗാനത്തിലും ഈ കൂടിവരവിൻ്റെ പൂർണ്ണ അർത്ഥം വെളിവാക്കപ്പെടുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനായിട്ടില്ല. നമ്മുടെ രാജ്യം അതൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണെന്നും ഭരണഘടനയുടെ ബലത്തിൽ ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേതെന്നും ഈ രാഷ്ട്രം അതിൻ്റെ പരമാധികാരത്വത്തോടുകൂടി മുൻപോട്ട് ഇനിയും അതിൻ്റെ പ്രയാണം തുടരണമെന്നുമുള്ള വലിയ ആഹ്വാനമാണ് നമുക്ക് ഈ പ്രതിജ്ഞയിലും ഗാനത്തിലും ഒക്കെ ശ്രവിക്കുവാൻ ഇടയായത്. ഇവിടെ സമാദരണീയനായ ഉദ്ഘാടകൻ അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ വളരെ സ്പഷ്ടമായി നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളെയും കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അശേഷം ആശങ്കയില്ല. നമ്മുടെ രാജ്യം 200 വർഷം നീണ്ട വലിയ സമരങ്ങൾക്ക് ഒടുവിലാണ് സ്വാതന്ത്ര്യം നേടിയത്. നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം വളരെയേറെ അഭിവൃദ്ധി എല്ലാ മേഖലകളിലും നേടിയിട്ടുണ്ട്. എന്നാൽ സങ്കടകരമായ ഒരു വസ്തുത, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്തുണ്ടായിരുന്ന ഐക്യത്തിൽ നിന്ന് ഈ കാലഘട്ടമാകുമ്പോഴേക്കും അസ്വാരസ്യങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ള ദുഃഖകരമായ സത്യമാണ്. നാം സ്വാതന്ത്ര്യം നേടിയെടുത്ത ആ കാലഘട്ടത്തിൽ ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി ഒരേ ശക്തിയോടുകൂടി അധ്വാനിച്ചതിൻ്റെയും ആലോചിച്ചതിൻ്റെയും പ്രയത്നിച്ചതിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായിട്ട് സാധ്യമായത്. എന്നാൽ ഇന്ന്
ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ, ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ, പലതരത്തിലുള്ള രാഷ്ട്രീയ വിവേചനങ്ങളുടെ പേരിലൊക്കെ സമൂഹങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു കാലയളവിലേക്ക് നാം പിന്നോക്കം പോയി എന്ന് പറയുന്നതിൽ യാതൊരു അതിശയവുമില്ല. നാം ഒന്നിച്ചു നിൽക്കേണ്ടതും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കേണ്ടതും അനിവാര്യമായ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് എന്ന് ഈ ചെറിയ സംഗമം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1795 കാലഘട്ടത്തിൽ ആദരണീയരായ നമ്മുടെ 2 രാജാക്കന്മാർ, കേരളവർമ്മ പഴശ്ശിരാജയും മൈസൂരിൻ്റെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഈ രാജ്യത്ത് വ്യാപാരം ചെയ്യുവാൻ വന്നവരാണെങ്കിൽ ഭരണം കൈവശപ്പെടുത്താതെ വ്യാപാരം ചെയ്ത് തിരിച്ചു പോയിക്കൊള്ളണം എന്നുള്ള ഒരു ആഹ്വാനവും താക്കീതുമായിരുന്നു. ഈ താക്കീത് ശ്രവിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ പറഞ്ഞത്, കേരളവർമ്മ പഴശ്ശിരാജയുടെയോ ടിപ്പു സുൽത്താന്റെയോ സൈന്യശക്തിയെ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. എന്നാൽ അവരുയർത്തുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ നാം ഭയത്തോടെ കാണണമെന്ന് തന്നെയാണ്. ബ്രിട്ടീഷുകാർക്ക് ആധുനിക രീതിയിലുള്ള സൈന്യ ഉപകരണങ്ങളുണ്ടായിരുന്നു, യുദ്ധോപകരണങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ ആരെയും അടിച്ചമർത്തുവാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സൈനിക ശക്തി സ്വരൂപിക്കുവാൻ സാധിച്ചു. പക്ഷേ ഈ 2 ഭരണാധികാരികൾ ഉയർത്തിയ ആശയത്തെ വളരെയേറെ അവർ ഭയപ്പെട്ടു. ഇവിടെ SKSSFന്റെ ഈ കൂട്ടായ്മ കാണുമ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ ഉപരി ഇവിടെ ഈ സമൂഹം ഉയർത്തുന്ന ആശയങ്ങളെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വിഘാതമായി പ്രവർത്തിക്കുന്ന ആരും ഭയപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാം ഉയർത്തുന്ന ഈ ആശയം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇവിടെ പരാമർശിച്ച വ്യക്തിത്വങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ എടുത്തു പറയുമ്പോൾ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നുമൊക്കെ പറഞ്ഞ് ധ്രുവീകരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനത്തിലെ എപ്പോഴും അതിനെതിരെ നിൽക്കുവാൻ ഇവിടുത്തെ ന്യൂനപക്ഷവും ഇവിടുത്തെ മത ന്യൂനപക്ഷ വിഭാഗങ്ങളും രാഷ്ട്രീയ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഏത് തരത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും അവരർഹിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ, ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഭാഗവാക്കുകളാകുവാൻ ഇടയാക്കുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ SKSSFന്റെ നേതൃത്വത്തിൽ തുടർന്നും നടക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. SKSSFന്റെ പ്രവർത്തനങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കാണുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങൾ നടന്ന അവസരത്തിൽ അവിടെ ശക്തമായ വോളണ്ടിയേഴ്സിന് നേതൃത്വം നൽകുവാൻ SKSSFന് സാധ്യമായി. അതുപോലെ നമ്മുടെ രാജ്യത്തിൽ വിവിധ ഇടങ്ങളിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ആതുര സേവനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധ്യമായിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നാം നൽകുന്ന വലിയ സംഭാവനയാണ് എന്ന് ഞാനിവിടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുതിർന്ന തലമുറയിലെ പ്രിയപ്പെട്ടവരെയും അതുപോലെ ഇവിടെയുള്ള ഈ ഇളം തലമുറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും
ഒരു കൊടിക്കീഴിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പതാകയ്ക്ക് പിന്നിൽ അണിനിരത്തിക്കൊണ്ട് മനോഹരമായ ഒരു റാലി ഇവിടെ നടത്തുകയുണ്ടായി. ആ റാലിയും അതുപോലെ ഇവിടെയുള്ള ഈ നടക്കുന്ന സമ്മേളനവും ഇതിലെ എല്ലാ കാര്യപരിപാടികളും ഏറ്റവും അനുഗ്രഹീതമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും നന്ദിപൂർവ്വം ഓർക്കുകയും ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ പരിപാടി മുഴുവൻ കഴിയുന്നതുവരെ എനിക്കിവിടെ ഇരിക്കുവാനായിട്ട് സാധ്യമാവുകയില്ല. വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ പോവുകയാണ് എന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കൂടിവരവിൻ്റെ ഭാഗമാക്കി എന്നെയും ചേർത്തതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ SKSFന്റെ സ്നേഹപ്രതീകമായി 2 പ്രധാനികൾക്ക് ഷാൾ അണിയിച്ചുകൊണ്ട് ആദരവർപ്പിക്കപ്പെടുന്നു.